إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين. വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ മസ്തതഅതും. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഥാകഥനങ്ങളും ഖിസസുകളും വാർത്താ വിവരണങ്ങളും ധാരാളമായി പ്രതിപാദിച്ചത് കാണാം. എന്തിനാണ് സഹോദരന്മാരെ ഇത്രയധികം ഖിസസുകൾ, കഥ, കാറൂനിനെ പോലുള്ള കഥ, അവരുടെ ചരിത്രം, അമ്പിയാക്കളുടെ ചരിത്രം, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നത് എന്തിനാണ്? നമുക്കൊരു കഥ വായിച്ച് ആശ്വസിക്കാനാണോ? അതോ കേവലം വിനോദത്തിന് വേണ്ടിയാണോ? അതൊന്നുമല്ല. ഇവിടെ നാം നമ്മുടെ ചിന്തയുടെ കോണിലൂടെ നോക്കിക്കാണണം ഓരോ കഥയും. ഉറ്റാലോചിക്കണം. ഓരോ കഥയുടെ മുമ്പിൽ ഒരല്പസമയം നാം അവിടെ നിൽക്കണം, എന്നിട്ട് ചിന്തിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ കഥകൾ ലോകത്തിനുള്ള നിയമങ്ങളാണ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള നിയമങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ കഥകൾ എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഖാറൂൻ എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ സംഭവം. ഞാൻ ഓതിവെച്ച ആയത്ത് നോക്കൂ നിങ്ങൾ. ഖാറൂനിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഖസസിൽ 76 മുതൽ 83 വരെയുള്ള വചനങ്ങളിൽ അദ്ദേഹത്തിന്റെ ചരിത്രം വിവരിക്കുന്നത് കാണാൻ സാധിക്കും. ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ. തീർച്ചയായും ഖാറൂൻ മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ആളായിരുന്നു. ഫബഗാ അലൈഹിം. പക്ഷേ ആ ജനതയോട് അദ്ദേഹം അതിക്രമം പ്രവർത്തിച്ചു. വആതൈനാഹു മിനൽ കുനൂസ്. ഖാറൂനിന് നാം ധാരാളം നിക്ഷേപങ്ങൾ നൽകി. ആ നിക്ഷേപങ്ങളുടെ, നിധികളുടെ ഭാരം എന്ന് പറയുന്നത് മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. വളരെ ശക്തന്മാരും മല്ലന്മാരുമായ ഒരു വിഭാഗം ആളുകൾ, അതിൻ്റെ താക്കോൽ തന്നെ താങ്ങാൻ പറ്റാത്ത ഭാരം, അത്രയും താക്കോൽ തന്നെ അത്ര ഭാരമുണ്ടെങ്കിൽ ആ ഖജനാവിൻ്റെ അകത്ത്, ആ ഭണ്ഡാരത്തിൻ്റെ അകത്ത് എത്രമാത്രം നിധികളാവും, സമ്പത്താവും ഉണ്ടാവുക ആലോചിച്ചു. അതിനു മാത്രം സമ്പത്ത് ഖാറൂനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇത് ഖാല ലഹു ഖൗമു. അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഫ്രഹ്. നീ പുളകം കൊള്ളരുത്, പുളകം കൊള്ളരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പുളകം കൊള്ളുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. സഹോദരന്മാരെ, ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. ഇതിൽ മനുഷ്യനെ
എപ്പോഴും കുഴപ്പത്തിലാക്കുന്നത്, പരീക്ഷണമായി വരുന്നത് മനുഷ്യന്റെ മുമ്പിലുള്ള സമ്പത്താണ്. ഇത് കേവലം ഒരു കാറൂനിനെ പോലെയുള്ള, കാറൂനിന് മാത്രമല്ല, കാറൂനിനെ പോലുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, കാറൂനിന് ഇവിടെ പറ്റിയത് പണത്തിന്റെ അടിമയായി എന്നുള്ളത്, സമ്പത്തിന്റെ അടിമയായി. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടിമയാകുന്നതിന് പകരം കാറൂൻ സമ്പത്തിന്റെ അടിമയായി തീർന്നു എന്നുള്ളതാണ് ഒന്നാമത്തേത്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, പണം, സമ്പത്ത് എന്നൊക്കെ പറയുന്നത് പിന്നെ വെള്ളം പോലെയാണ്. എന്താ ഈ വെള്ളത്തിന്റെ പ്രത്യേകത? സമുദ്രത്തിലെ വെള്ളം, ആ വെള്ളത്തിന് മുകളിലൂടെയാണ് കപ്പലിങ്ങനെ സഞ്ചരിക്കുക. ആ കപ്പലിന്റെ പുറത്ത് യഥാർത്ഥത്തിൽ വെള്ളം എത്ര വന്നാലും അതിന് പ്രശ്നമില്ല, അതങ്ങനെ ഓടിക്കോളും. എന്നാൽ അതേ വെള്ളം കപ്പലിനകത്ത് കയറിയാലോ അവിടെ പ്രശ്നമാണ്. എന്താ പ്രശ്നം? കപ്പൽ താഴ്ന്നു പോകും, മുങ്ങിപ്പോവും. കപ്പൽ മാത്രമല്ല, കപ്പലിലുള്ള ആളുകളും മുങ്ങിപ്പോവും. ഇതേപോലെയാണ് സമ്പത്ത്. സമ്പത്ത് നമ്മുടെ കയ്യിലൊതുങ്ങിയാൽ, ആ കൈ പിടിച്ചാൽ അത് നമുക്ക് വളരെ ഉപകാരമാണ്. പുറത്താവണം സമ്പത്ത്. പക്ഷേ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നാൽ, അതിൻ്റെ അടിമയായാൽ ആ മനുഷ്യൻ തകർന്ന് തന്നെ. ഇതാണ് കാറൂൻ പഠിപ്പിക്കുന്ന, ആ കാറൂൻ മുതലാളി പഠിപ്പിക്കുന്ന സംഭവത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം നോക്കൂ നിങ്ങൾ. വആതൈനാഹു മിനൽ കുനൂസ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. നിധികൾ, നിക്ഷേപങ്ങൾ, ഒന്നല്ല പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ അദ്ദേഹത്തിന് നാം നൽകി. എത്രമാത്രം! മാ ഇന്ന മഫാത്തിഹു, ആ നിക്ഷേപങ്ങളുടെ താക്കോൽ കൂട്ടം പോലും അതിൻ്റെ ഭാരം അത് തന്നെ ഭാരമാണ്. അപ്പൊ ആ സമ്പത്തിന്റെ ഭാരം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇത് വളരെയധികം ചിന്തിക്കേണ്ട. നമുക്കൊക്കെ എങ്ങനെയാണ് ഇനി കാറൂൻ്റെത്? നമ്മളിൽ ചില ആളുകളെ കാണാം. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇന്ന് നിത്യജീവിതത്തിൽ നമ്മളൊക്കെ കാണുന്ന കാഴ്ചയാണ് ഒരു ദരിദ്രനായ ഫക്കീറായ മനുഷ്യൻ. അയാൾ ആദ്യമൊക്കെ വളരെ ലളിതമായ ജീവിതം നയിച്ചു. അതേപോലെ ആളുകളെയൊക്കെ കാണുമ്പോൾ പുഞ്ചിരിക്കൊണ്ടാണ് അയാൾ അഭിമുഖീകരിക്കാറുള്ളത്. നമസ്കാരത്തിനൊക്കെ മുമ്പിലെ സെഫിലെത്തും. ഫുക്കറാക്കളെയൊക്കെ ആശ്വസിപ്പിക്കുകയും ദാനധർമ്മമൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു ആദ്യം. പക്ഷേ ആ ദാരിദ്ര്യം എന്ന അവസ്ഥയിൽ നിന്ന് ഒരു കച്ചവടത്തിലൂടെ അയാൾ വലിയ ധനാഢ്യനായി മാറിയപ്പോൾ, അല്ലെങ്കിൽ വലിയ സ്ഥാനവും മാനവും അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ, അല്പാൽപമായി അദ്ദേഹത്തിന്റെ ജീവിത ശൈലി തന്നെ മാറുകയാണ്. സുഹൃത്തുക്കളോടൊക്കെ ഉള്ള പെരുമാറ്റവും സംസാര ശൈലിയുമൊക്കെ മാറി ആളുകളൊക്കെ പരിഹസിക്കുന്ന ഒരു പുച്ഛമനോഭാവത്തോടു കൂടി കാണുന്ന ഒരു മനസ്സിന്റെ ഉടമയായി. ഒരു ദിവസം അയാളുടെ ആഡംബര കാറിലൂടെ അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്നേഹിതൻ, ആ കൂട്ടുകാരൻ വിളിച്ചു, കൈകൊട്ടി വിളിച്ചുകൊണ്ട്. പക്ഷേ അയാൾ തിരിഞ്ഞു നോക്കില്ല, പോയി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഈ സുഹൃത്ത്, ഈ കൈകൊട്ടി വിളിച്ച സുഹൃത്ത് അയാളെ പള്ളിയിൽ കാണുകയാണ്. അയാൾ തകർന്നടിഞ്ഞ മനസ്സോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അന്വേഷിച്ചപ്പോ പറഞ്ഞു, എന്റെ സമ്പത്ത് മുഴുവൻ ഇന്നാലിന്ന സ്ഥലത്തെ ആ കച്ചവടത്തിന്റെ തകർച്ചയിൽ അതൊക്കെ നഷ്ടപ്പെട്ടു. ഒരു സുനാമി വന്ന്, അല്ലെങ്കിൽ ഒരു യുദ്ധം മൂലം അതൊക്കെ നഷ്ടമായി ഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയാണ്. സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ കാണുന്നതാണ്. അയാൾ എന്നിട്ട്, ആ ഫക്കീറായ സ്നേഹിതൻ ഈ ധനികനായ ആളെ പഠിപ്പിക്കുകയാണ്, ദുനിയാവ് ഒരിക്കലും ഒരാൾക്കും ഇവിടെ ശാശ്വതമല്ല. യഥാർത്ഥ ധന്യത, അല്ലെങ്കിൽ യഥാർത്ഥ ധനികൻ, യഥാർത്ഥ ധനികൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ആ ഹൃദയം സമീപിച്ചവനാണ്. അഥവാ ഹൃദയം അള്ളാഹുമായിട്ട് ബന്ധമുള്ളവനാണ് യഥാർത്ഥത്തിൽ ധനികൻ, അല്ലെങ്കിൽ ധന്യത എന്ന് പറയുന്നത് എന്ന് ആ ദരിദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കാണുന്ന കാഴ്ചയാണ്. പെട്ടെന്നായിരിക്കും ചില ആളുകളെ അള്ളാഹു അങ്ങോട്ട് ഉയർച്ചയിലേക്ക് അടുക്കൊണ്ടുപോകും. വലിയ സ്ഥാനവും മാനവും മന്ത്രിസ്ഥാനമൊക്കെ നൽകിയിട്ട്, ഒന്നും അല്ലാത്തവനെ മന്ത്രിസ്ഥാനമൊക്കെ നൽകിയിട്ട് ഉയർത്തും. മറ്റ് ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് താഴ്ത്തും ചെയ്യും. രണ്ടും പരീക്ഷണമാണ് സഹോദരന്മാരെ. നമുക്ക് പാഠമുണ്ട്. എന്താണ്? ഈ കാറൂനിൽ നിന്ന് പഠിക്കാനുള്ള പാഠം തന്നെ എന്താണ്? ഈ സമ്പത്ത് എന്ന് പറയുന്നത് എന്നുമെന്നും നിലനിൽക്കുന്നതല്ല എന്ന വലിയ പാഠം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ,
വഫിത്നത്തു ഉമ്മത്തി ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. ഓരോ സമുദായത്തിനും അല്ലാഹു തആല പരീക്ഷണം നൽകിയിട്ടുണ്ട്. എൻ്റെ സമുദായത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് വഫിത്നത്തു ഉമ്മത്തി അൽ മാൽ, സമ്പത്താണ് എൻ്റെ സമുദായത്തിന് നൽകിയിട്ടുള്ള പരീക്ഷണം എന്ന് പറയാം. നോക്കൂ സഹോദരന്മാരെ, ചില ആളുകൾക്ക് ചിലപ്പോൾ നല്ല ആഡംബര കാറ് കിട്ടിയാലോ, അല്ലെങ്കിൽ സ്ഥാനവും മാനവും മന്ത്രി കസേരയൊക്കെ കിട്ടിയാലോ, ഈ രൂപത്തിലുള്ള സ്വഭാവം അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുമ്പോഴൊക്കെ ഈ രൂപത്തിലുള്ള സ്വഭാവം നമുക്ക് കാണാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ കാറൂനിന്റെ ജനത കൂട്ടുകാർ അദ്ദേഹത്തെ ഉപദേശിച്ചെന്താ, ലാ തഫ്റഹ്, നീ പുളകം കൊള്ളരുത് എന്നാ. നോക്കൂ നിങ്ങൾ, എത്ര നിസാരമായ അല്ലെങ്കിൽ ലളിതമായി ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണ്. അവർക്ക് അല്ലാഹു തആല ധന്യത നൽകിയപ്പോൾ അവരുടെ കൂട്ടുകാരെയും കുടുംബക്കാരെയും ബന്ധുക്കളെയും ഒക്കെ പുച്ഛിക്കുന്ന ഒരു മനോഭാവം വരുന്നത്. അതുകൊണ്ടാണ് കാറൂനിന് അല്ലാഹു തആല നൽകുന്ന 4 ഉപദേശങ്ങൾ ലോകത്തിന്റെ ഒരു പാഠമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്താ ഒന്നാമത്തെ ഉപദേശം, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു തആല കാറൂനിനോട് ഉപദേശിക്കുന്ന 4 പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാമത്തത്, അല്ലാഹു നിനക്ക് നൽകിയ ഈ സമ്പത്തിൽ പരലോകം കാക്ഷിക്കുക, പരലോകം കൊതിക്കുക. അതാണ്, എത്ര സമ്പത്തുണ്ടെങ്കിലും അത് പരലോകത്തിലേക്ക് പോകാനുള്ള ഒരു പാലമാവണം, ഒരു കോണിയാവണം എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഏതുപോലെ ആ സമ്പത്ത് കൊണ്ട് ദാനം ചെയ്തുകൊണ്ട്, അതേപോലെ പള്ളി നിർമ്മാണം കൊണ്ട്, യതീമിനെ പരിപാലിച്ചുകൊണ്ട്, ഫുഖറാക്കൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട്, മറ്റൊരുപാട് രൂപത്തിലുള്ള ദാനധർമ്മങ്ങൾ മുഖേന പരലോകത്തേക്ക് അടുക്കാനുള്ള ഒരു പാലമാക്കാൻ ഈ സമ്പത്ത് നമുക്ക് സാധിക്കും. അതാണ് അല്ലാഹു തആല ഒന്നായി നൽകുന്നത്. നോക്കൂ നിങ്ങൾ, സമ്പത്ത് എന്നൊക്കെ പറയുന്നത് ഒരു സർജൻ ഡോക്ടറുടെ കയ്യിലുള്ള കത്തി പോലെയാണ്. എന്താ, സർജറി ചെയ്യുന്ന ഡോക്ടറുടെ കയ്യിൽ കത്തി ഉണ്ടെങ്കിൽ എന്താ, ഒരു പക്ഷേ അയാളും രക്ഷപ്പെടും, ആ രോഗിക്കും ജീവൻ ലഭിക്കും ആ ഓപ്പറേഷൻ മുഖേന. എന്നാൽ ഒരു കുറ്റവാളിയുടെ കയ്യിൽ കത്തി ഉണ്ടെങ്കിലോ, ആ കുറ്റവാളി അയാളും ചിലപ്പം കൊല്ലും, മറ്റുള്ളവരെയും ആക്രമിക്കും, കൊല്ലുകയും ചെയ്യും. ഇതേപോലെയാണ് സമ്പത്ത് സഹോദരന്മാരെ. ആ സമ്പത്ത് ഒരു വിശ്വാസിയുടെ കയ്യിലാകുമ്പോൾ ആ വിശ്വാസി ആ സമ്പത്ത് മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി, ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗമാവും ആ സമ്പത്ത്. എന്നാൽ ഒരു വിശ്വാസിയല്ലാത്ത അവിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമ്പത്ത് അഹങ്കാരം മൂലം നരകത്തിലേക്കായിരിക്കും, നാശത്തിലേക്കായിരിക്കും പതിക്കുന്നത്. ഇതാണ് ആ ഉദാഹരണത്തിലൂടെ നാം രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറൂന് നൽകുന്ന ഉപദേശം എന്താ, വലാ തൻസ നസീബക മിനദ് ദുനിയാ. സമ്പത്തുണ്ടെങ്കിലും ദുനിയാവിലിന്റെ ഓഹരി, നിനക്കൊരു വിഹിതമുണ്ട് ദുനിയാവിൽ, നീ ഉപയോഗിക്കേണ്ട ഒരു വിഹിതമുണ്ട്. ആ വിഹിതം നീ മറന്നു പോണ്ട, അത് മറന്നു കളിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ നിങ്ങൾ, നല്ലത് ഉപയോഗിക്കുക. അല്ലാഹു തആല സമ്പത്ത് നൽകിയിട്ടെങ്കിൽ ആ സമ്പത്തിനനുസരിച്ച് ജീവിക്കുക ഇസ്ലാം നമുക്ക് കനിഞ്ഞൊരുക്കിയിട്ടുള്ള കാര്യമാണ്. അവിടെ വിരോധിക്കുന്നില്ല. നിങ്ങൾ നല്ല ഡ്രസ്സ് എടുക്കാം, നല്ല വാഹനത്തിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാം, അല്ലാഹു അനുവദിച്ചിട്ടുള്ള രൂപത്തിലുള്ള എല്ലാ നല്ല ഭക്ഷണങ്ങളും സുഭിക്ഷമായി തന്നെ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ ഹറാമാവാൻ പാടില്ല. അപ്പോൾ എന്തു വേണം, അല്ലാഹുമായിട്ട് ഖൽബ് ബന്ധപ്പെടണം എന്നുള്ളത്. എന്നാൽ അല്ലാഹു വിരോധിക്കുന്നത്, അല്ലാഹു വിരോധിച്ച, അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന ഹറാമാക്കിയ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ആ സമ്പത്ത് ഉപയോഗിക്കുമ്പോഴാണ്. നോക്കൂ നിങ്ങൾ, സഹാബത്തിന്റെ ചരിത്രത്തിൽ തന്നെ നമുക്കിത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വളരെ ദരിദ്ര നാരായണന്മാരായ ആളുകൾ അവിടെ ജീവിച്ചിട്ടുണ്ട്, കൂടുതലും അതാണ് അല്ലേ. എന്നാൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെ വളരെ ധനികനായ ധനാഢ്യന്മാരായ ആളുകൾ സ്വഹാബത്തിൽ ഉണ്ടായിരുന്നു അല്ലേ. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തന്റെ ധനം എന്താ ചെയ്തത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിച്ചു. ബിർ മഊന എന്ന് പറയുന്ന കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് സംഭാവന ചെയ്തു. ഒരുപാട് അടിമ മോചനം നടത്തി അല്ലേ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സമ്പത്ത് വിതരണം ചെയ്തു. ഇതൊക്കെ നമുക്ക് കാണാവുന്ന എന്ന് പറഞ്ഞാൽ അവരൊക്കെ അവരുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് ചെയ്തത്. നോക്കൂ സഹോദരന്മാരെ, മൂന്നാമത്തെ ഒരു ഉപദേശം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നന്മ ചെയ്തതുപോലെ, ഇഹ്സാൻ ചെയ്തതുപോലെ നീയും മറ്റുള്ളവർക്ക് ഇഹ്സാൻ ചെയ്യുക എന്നുള്ള. അല്ലാഹു തആല നമുക്ക് എന്തൊക്കെയാണ് സഹോദരന്മാരെ നൽകിയിട്ടുള്ളത്. ആരോഗ്യം, അതിനേക്കാൾ വലിയൊരു സമ്പത്തുണ്ട് സഹോദരന്മാരെ, എണീച്ചിക്കാൻ കഴിയാന്നുള്ളത്. രണ്ടാമത് സമ്പത്ത്, പിന്നെ അറിവ്, അതേപോലെ ആ ശ്വാസം വലിക്കാനുള്ള ആ ഒരു തടസ്സമില്ലാതെ ശ്വാസം വലിക്കാൻ കഴിയുന്ന അവസ്ഥ. ഇതൊക്കെ ഒന്ന് ആലോചിച്ചു. അതിനൊക്കെ
കോടികൾ കൊടുത്താൽ കിട്ടുമോ സഹോദരന്മാര്? ഇതൊക്കെ അള്ളാഹു നൽകിയ ഇഹ്സാനാണ്. ആ ഇഹ്സാൻ പോലെ നീ മറ്റുള്ളവർക്ക് ഇഹ്സാൻ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖി. നീ നിന്റെ സഹോദരനെ സഹായിക്കുന്ന കാലഘട്ടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. അതേപോലെ നാലാമത് ആ ഖാറൂന് നൽകുന്ന ഉപദേശം, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. ഭൂമുഖത്ത് നീ കുഴപ്പമുണ്ടാക്കാൻ കൊതിക്കരുത്, ആഗ്രഹിക്കരുത്. കുഴപ്പം എന്ന് പറയുമ്പോൾ വെറും കൊലയും മോഷണവും മാത്രമല്ല. കുഴപ്പത്തിൽ എന്തൊക്കെയുണ്ട്? ഏറ്റവും വലിയ കുഴപ്പമാണ് അഹങ്കാരിയായ മനസ്സുണ്ടാവുക, അഹങ്കാരം, അനീതി ചെയ്യുക, മറ്റുള്ളവരെ അവഹേളിക്കുക, അതേപോലെ ഫിത്നകൾ പരത്തുക, അതേപോലെ ദുർബലരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുക. ഇന്നത്തെ കാലഘട്ടങ്ങളൊന്ന് ആലോചിക്കും. ബലഹീനരാരാ, ദുർബലരാരാ? അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം കമ്പനികളും സ്ഥാപനങ്ങളുമാണ് ഇന്ന് നാം കാണുന്നത്. അല്ലെ? ആലോചിച്ചു. ഇതൊക്കെ നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെയൊക്കെ ഖാറൂനിന്റെ മറുപടി എന്താ സഹോദരന്മാരെ? ഖാറൂൻ ഇതൊക്കെ ഉപദേശിച്ചപ്പം ഖാറൂൻ നൽകിയ മറുപടി എന്താ? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. എന്റെ ക്വാളിഫിക്കേഷൻ മുഖേനയാണ് ഞാൻ ഇതൊക്കെ നേടിയെടുത്തത്. ഈ സമ്പത്തൊക്കെ എൻ്റെ അറിവ് മുഖേനയാണ് ഞാൻ സമ്പാദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഖാറൂൻ ഇവിടെ ചെയ്തത് അല്ലാഹ് ചെയ്ത അനുഗ്രഹത്തെ എന്ത് ചെയ്തു? അള്ളാഹുവിലേക്ക് ചേർത്തി പറയാതെ അള്ളാഹുവിന്റെ ഔദാര്യം മറന്നുകൊണ്ട് സ്വന്തത്തിലേക്ക് ചേർത്തി പറയുകയാണ് സഹോദരന്മാർ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊരു പരീക്ഷയിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്നത് അതൊക്കെ എൻ്റെ ബുദ്ധിയാണ്, അല്ലേ? ഒരു മന്ത്രി കസേര കിട്ടുന്നെങ്കിൽ അതൊക്കെ എൻ്റെ യുക്തിയാണ്, എൻ്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ആ പ്രയത്നത്തിന്റെ മുമ്പിൽ നാം ചിന്തിക്കണം, അവിടെ അള്ളാഹുവിന്റെ തൗഫീഖ് എന്നത് കൊണ്ടാണ് നമുക്കത് ലഭിച്ചത്. അള്ളാഹുവിന്റെ മുന്നറിയിപ്പ് നോക്കൂ നിങ്ങൾ. അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ. ആ ഖാറൂനിനോട് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നിനക്ക് മുമ്പുള്ള എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലേ? ഫിർഔനിനെ പോലുള്ള ആളുകൾ ഇല്ലേ, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് പരമോന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നൊടിയുടെ സമയം കൊണ്ട് നശിപ്പിച്ച ചരിത്രം നമുക്കറിയാം. ഇതേപോലെ തന്നെയാണ് അഹങ്കാരിയായ ഖാറൂനിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച്. ആ അഹങ്കാരിയായ ഖാറൂൻ പുറത്തു വരുന്നത് നോക്കൂ നിങ്ങൾ. വളരെ ഘോഷയാത്രയോടുകൂടി, നല്ല ഗാംഭീര്യത്തോടു കൂടി, ആഡംബര വസ്ത്രം ധരിച്ചുകൊണ്ട്, ആഡംബര വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടാണ് ഖാറൂൻ തന്റെ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പൊ ജനങ്ങള് ആ പുറത്തു വരുന്ന രംഗങ്ങൾ തന്നെ കണ്ടപ്പോ ജനങ്ങൾ രണ്ട് വീക്ഷണക്കാരായി മാറിയാണ്. ഒരു വിഭാഗം പറഞ്ഞു എന്ത്? ദുനിയാവിൽ മാത്രം കണ്ണുള്ള ആളുകൾ പറയാണ്, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഖാറൂൻ മുതലാളിക്ക് നൽകിയതുപോലെ ആ സമ്പത്ത് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നാ ദുനിയാവിന്റെ കണ്ണുകൊണ്ട് നോക്കി മാത്രം കണ്ട ഒരു വിഭാഗം ആളുകൾ, മറ്റൊരു വിഭാഗം ആളുകൾ വഖാലല്ലദീന ഊതുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈർ, എന്താണ്, വിജ്ഞാനം നൽകപ്പെട്ട ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് നാശം. അള്ളാഹുവിന്റെ പ്രതിഫലമാണ് ഇതിനേക്കാൾ, ഈ ഖാറൂനിന്റെ സമ്പത്തിനേക്കാൾ മികച്ചത് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞ പരലോക കണ്ണ് കൊണ്ട് നോക്കി കണ്ട ഒരു വിഭാഗം ആളുകൾ. സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾ പ്രസന്റേഷൻ നൽകിയാൽ ആ പ്രസന്റേഷന്റെ പൊതി കണ്ടിട്ട് ആ പൊതിമക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഐ ഇത് ഉഷാറാണ്. ചില കുട്ടികൾക്ക് ചില കളിപ്പാവൊക്കെ ഇപ്പ ഇത് ഉഷാറാണ് അല്ലേ ഉമ്മ, അത് വളരെ ഉഷാറാണ്, എനിക്കിത് മതി. കാരണം എന്താ? ഇതിന്റെ മുകളിലുള്ള ചിത്രം. എന്നാൽ രക്ഷിതാവ് നോക്കെന്താ? ആ കളിപ്പാവിന്റെ ഉള്ളിലുള്ള മെഷീനൊക്കെ ഏതുപോലെ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് നോക്കുക, അല്ലേ? യഥാർത്ഥ ബുദ്ധിമാൻ വന്ന് നോക്കിയെന്താ? നമുക്ക് നൽകിയ സമ്മാനത്തിന്റെ പൊതിയുടെ അകത്തെന്താണ്? അതിന്റെ അകത്തെന്താണ്? ദീനാറുകളാണോ അതോ കേവലം 10 റുപ്യേന്റെ പേനയാണോ എന്നാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ നോക്കുന്നത്. ഇതാണ് സഹോദരന്മാരെ ദുനിയാവ് എന്ന് പറയുന്നത്. അപ്പൊ ദുനിയാവിന്റെ ആളുകൾ പുറം പൂച്ചിലേക്ക് മാത്രമാണ് നോക്കുക. യഥാർത്ഥത്തിൽ പരലോക വിശ്വാസമുള്ള ആളുകൾ അതുമൂലം എനിക്ക് പരലോകത്തേക്ക് അടുത്താൻ അതിന്റെ മൂല്യത്തെയാണ് അവർ നോക്കിക്കാണുന്നത്. ഇതാണ് ഖാറൂനിന്റെ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഈ ഖാറൂനിന്റെ സംഭവങ്ങൾ പറഞ്ഞിൽ നിന്ന് പാഠം പഠിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫവാനി ഫില്ലാഹി ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ നിന്ന്
പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഖ്ഫിനാ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനാ ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകരി ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജ്അൽനാ മിനർ റാഷിദീൻ. അല്ലാഹുമ്മ അഇദ്ദിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ وانصر دينك وكتابك وسنة نبيك محمد صلى الله عليه وسلم وعبادك المؤمنين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات واحفظ حجاج بيتك الحرام من كل شر ومكروه وردهم إلى ديارهم سالمين من الأجر غانمين. قد غفرت ذنوبكم وجبرت خواطركم ووفق اللهم أميرنا وولي عهده لهداك واجعل أعمالكما في طاعتك ورضاك واجعل هذا البلد آمنا مطمئنا سخاء رخاء دار أمن وإيمان وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.